പാരീസിൽ നിന്നാണ്. പാരീസിലെ ലൂവ്രെ മ്യൂസിയത്തിൽ വൻ കവർച്ച ഉണ്ടായിരിക്കുന്നു. നെപ്പോളിയൻ കാലഘട്ടത്തിലെ ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. സ്കൂട്ടറിലെത്തിയ മോഷ്ടാക്കളാണ് മോഷണം നടത്തിയത്. സംഭവത്തെക്കുറിച്ച് മ്യൂസിയം അധികൃതർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ ലൂവ്രെ മ്യൂസിയം വളരെ പ്രധാനപ്പെട്ടതാണ്, ഏറെ പഴക്കം ചെന്നതാണ്. മാത്രമല്ല, കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിന്റെ സമയത്ത് അതിന്റെ ഇനോഗ്രൽ സെറിമണിയൊക്കെ നടത്തത് ഈ മ്യൂസിയം പശ്ചാത്തലമാക്കിയാണ്. അന്ന് ദൃശ്യങ്ങളിലൊക്കെ വളരെ കൃത്യമായി മ്യൂസിയത്തിനെ കണ്ടതാണ്. ഇപ്പോൾ എന്താണ് ഈ കവർച്ച സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? ഇതൊരു ഹോളിവുഡ് മൂവിയെ സൂചിപ്പിക്കുന്ന വിധത്തിലാണല്ലോ ഇതിലെ പ്ലാനിംഗ് ഒക്കെ. തീർച്ചയായും പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഒരു ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന മോഷണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മ്യൂസിയങ്ങളൊന്നാണ് ലൂവ്രെ. അതിനപ്പുറത്തേക്ക് കടന്നാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു മ്യൂസിയമാണ്. ഏതാണ്ട് 30,000-ഓളം ആളുകൾ ഒരു ദിവസം അവിടെ എത്താറുണ്ട്. അതിനപ്പുറത്തേക്ക് ചിന്തിച്ചാൽ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയമാണ്. നെപ്പോളിയന്റെ കാലത്തെ ആഭരണങ്ങൾ, നെപ്പോളിയന്റെ എല്ലാ ഉപകരണങ്ങളും, അതോടൊപ്പം തന്നെ ഫ്രഞ്ച് രാജാക്കന്മാരുടെ ആഭരണങ്ങൾ അങ്ങനെ എല്ലാം സൂക്ഷിച്ചിട്ടുള്ള മ്യൂസിയമാണ്. അവിടെയാണ് ഇന്ന് രാവിലെ 9:30-നും 10:30-നും മോഷണം നടന്നത്. 7 മിനിറ്റ് മാത്രമാണ് മോഷണത്തിന് എടുത്തിട്ടുള്ളത് മോഷ്ടാക്കൾ എന്നാണ് ഇപ്പോൾ ഫ്രഞ്ച് പോലീസിന്റെ ഭാഗത്തുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. ആ 7 മിനിറ്റിനുള്ളിൽ സ്കൂട്ടറിലെത്തിയ മോഷ്ടാക്കൾ ഒരു ലിഫ്റ്റ് വഴി മ്യൂസിയത്തിനുള്ളിൽ പ്രവേശിക്കുകയും ജനൽ തകർത്ത് അകത്ത് കയറി മോഷണം നടത്തിയതാണ് ഫ്രഞ്ച് പോലീസ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ചിന്തിച്ചാൽ ഇതിന് എത്ര മൂല്യമുള്ള വസ്തുക്കളാണ് മോഷണം പോയിട്ടുള്ളത് എന്ന് ഇപ്പോഴും പറയാൻ ഫ്രഞ്ച് പോലീസോ മ്യൂസിയം അധികൃതരോ തയ്യാറായിട്ടില്ല. കവർച്ചയെ തുടർന്ന് മ്യൂസിയം അടച്ചുപൂട്ടി. ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇതിനപ്പുറത്തേക്ക് ചിന്തിച്ചാൽ കൂടുതൽ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതോ ഈ 7 മിനിറ്റിനുള്ളിൽ എത്രത്തോളം ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തെല്ലാം സാധനങ്ങൾ മോഷണം പോയിട്ടുണ്ട് എന്നാണ് അറിയേണ്ടത്. കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് മൊണാലിസയുടെ ചിത്രം മോഷ്ടിക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്തു. അതിന് മുമ്പ് 1911 മോഷണം നടക്കുകയും ചെയ്തു. അങ്ങനെ മുൻകാലങ്ങളിൽ ഇവിടെയുള്ള ആഭരണങ്ങൾ മോഷ്ടിക്കാൻ അല്ലെങ്കിൽ വലിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കാൻ പലതവണ ശ്രമം നടന്നെങ്കിൽ അതൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മോഷ്ടാക്കൾ അക്കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നു. ഫ്രഞ്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മ്യൂസിയം അടച്ചുപൂട്ടി എന്ന് കൂടി ഇപ്പോൾ അധികൃതർ പറയുകയാണ്. പ്രജിൻ, ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.